ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാടമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെറിയ 2 കഷ്ണം തക്കാളി മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അതിനോടൊപ്പം തന്നെ അരിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് അതിനോടൊപ്പം കുറച്ച് ഒരു 5-6 തുള്ളി ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതെന്നും ചെയ്യുമൊന്നുമില്ല കേട്ടോ, എപ്പോഴും ഇടക്കിടക്കും ഒന്നും ചെയ്യുന്ന കാര്യമല്ല. എനിക്ക് ടൈം ഇവിടെ വന്നതിന് ശേഷം ടൈം കിട്ടിയപ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒക്കെ ചെയ്തെടുക്കാം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനത് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ പാല് തിളപ്പിച്ചിട്ട് പിന്നെ ഇവർക്ക് കൊടുക്കാനുള്ളത് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി സഞ്ജിത്ത് പറയുന്ന ഹോർലിക്സ് വേണമെന്ന്. അപ്പോൾ ഞാനത് കലക്കി കൊടുക്കുകയാണ് കേട്ടോ. പാല് കൊടുത്തുകൊണ്ടിരുന്നതായിരുന്നു ബൂസ്റ്റ് ഇട്ടിട്ട്, പക്ഷേ അത് കഫക്കെട്ടൊക്കെ 2 ആൾക്കും കൂടിയപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ ശരി അങ്ങനെ കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ മുട്ടയുടെ തോടൊക്കെ പൊടിച്ച് റെഡിയാക്കി കേട്ടോ. അതിനിടയിൽ 2 പേരും എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ പല്ലൊക്കെ തേപ്പിച്ചിട്ട് പിന്നെ അത് കുടിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇവർക്കുള്ളത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആ ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, അത് ഞാൻ രാവിലെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴെല്ലാം ടൈം കിട്ടുള്ളൂ, ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മുഖം വെറുതെ ഒന്ന് വാഷ് ചെയ്തു. അതിനുശേഷം ഇതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഫേസിലും നെക്കിലും ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നല്ല റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നില്ലല്ലോ, എപ്പോഴെങ്കിലല്ലേ ചെയ്യുള്ളൂ. അതാണ് നമുക്ക് വരുന്ന പ്രശ്നം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ വെറുതെ വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുക. ഈ അരിപ്പൊടി ഇടുമ്പോൾ നമുക്ക് നല്ലൊരു സ്ക്രബും കൂടി നമ്മുടെ ഫേസിൽ കിട്ടും കേട്ടോ. അത് നല്ലൊരു ഫ്രഷ്നെസ്സാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇട്ട അപ്പം തന്നെ നമുക്ക് ഭയങ്കര റിസൾട്ട് കിട്ടും അങ്ങനെയൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് വെളുക്കും, പാടുകളൊക്കെ മാറും, അങ്ങനെയൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് വ്യത്യാസം നമുക്ക് എന്തായാലും കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ കഴുകി കളഞ്ഞതിന് ശേഷം പിന്നെ 2 പേരെയും കുളിപ്പിക്കുക, ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ ഒരു പരിപാടികളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രോഹിത് അടങ്ങി നിൽക്കില്ല, തുള്ളിച്ചാടിക്കൊണ്ട് നിൽക്കുക, ഇങ്ങനെയൊക്കെയാണ് രോഹിത്തിൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സഞ്ജിത്തിനെ റെഡിയാക്കി അങ്ങനെ ഫുഡൊക്കെ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടികൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ കഴിക്കാനെടുത്ത് നൂൽപുട്ടും പീസ് കറിയായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ